കുടുംബ പ്രാർത്ഥനകൾ ഉണ്ടാകണം. സന്ധ്യയ്ക്ക് തിരിതെളിച്ച് പ്രാർത്ഥിച്ച പാരമ്പര്യമുള്ള പൂർവ്വപിതാക്കളുടെയും മാതാക്കളുടെയും കണ്ണിയിൽപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അവർ പ്രാർത്ഥിച്ചതിൻ്റെയും അവരൊഴുക്കിയ കണ്ണുനീരുകളുടെയും നന്മയാണ് ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്നതെന്ന് മറന്നു പോകരുത്. വരുന്ന തലമുറയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് കൊടുക്കാനാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്? നമ്മുടെ കൊച്ചുമക്കൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, ഈ വരുന്ന തലമുറയ്ക്ക് വേണ്ടി കുടുംബത്തിലെ നാഥനും നാഥയുമായ നമ്മൾ ഓരോരുത്തരും എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊടുക്കുവാനായി ഒരുക്കി വെച്ചിരിക്കുന്നത്? കുറച്ച് ബാങ്ക് ബാലൻസോ വസ്തുവകകളോ ഒക്കെ ഉണ്ടായേക്കാം. അതിനൊക്കെ അപ്പുറം പ്രാർത്ഥനയാകുന്ന വലിയൊരു ശക്തി, പ്രാർത്ഥനയാകുന്ന വലിയൊരു നിക്ഷേപം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചേർത്ത് വെക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയുന്നെങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം അനുഗ്രഹപൂർണമായി മാറും. പരിശുദ്ധ സഭ നമുക്ക് ക്രമീകൃതമായ പ്രാർത്ഥനകൾ നൽകിയിട്ടുണ്ട്. ആ പ്രാർത്ഥനകളുടെ ഓരോ വാക്കും വാചകവും നാം ഒന്ന് മനസ്സിലാക്കി പ്രാർത്ഥിക്കുമ്പോൾ എത്ര ശ്രേഷ്ഠമായ പ്രാർത്ഥനകളാണതെന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. അപ്പോൾ ആ പ്രാർത്ഥനകൾ ഹൃദയത്തിൽ തട്ടി അർത്ഥം മനസ്സിലാക്കി നാം ചൊല്ലുമ്പോൾ തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇനി നമ്മൾ പറയുന്നത് ദൈവം കേൾക്കുന്നുവെങ്കിൽ ദൈവത്തിന് പറയാനുള്ളത് നമുക്ക് കേൾക്കണ്ടേ? ദൈവത്തിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാനുള്ള മാർഗമാണ് തിരുവചനം. ഇവിടെ എന്നോടും നിങ്ങളോടും ദൈവത്തിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ലാതെയായി മാറരുത്. ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ തിരുവചനം ധ്യാനിക്കാതെ ഇല്ലാതായി മാറരുത്. അതുകൊണ്ട് ആ ഒരു അനുഭവം, പ്രാർത്ഥനയുടെ അനുഭവം, തിരുവചന ധ്യാനത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ